ഇതെന്ന് പറയുന്നു അഖിൽമാരാർ ഒരു സലൂൺ തുടങ്ങുമ്പോൾ ഒരുപാട് പ്രതീക്ഷ ഉണ്ടാവും ആൾക്കാർക്ക്. എത്തരത്തിലുള്ള കസ്റ്റമേഴ്സിനെയാണ് നിങ്ങൾ? ഇന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നത് ഇത്തരം ബ്യൂട്ടി സർവീസ് ബിസിനസ്സുകളിൽ എല്ലായിടത്തും അത്യാവശ്യം റേറ്റൊക്കെ ഉണ്ട്. റേറ്റ് അല്ലല്ലോ ആൾക്കാരുടെ പ്രശ്നം, ഒരു നല്ല സർവീസ് കിട്ടുക. അപ്പം മാത്രമല്ല ഇതിനൊരു റിപ്പീറ്റ് കസ്റ്റമേഴ്സിനെ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ മുടി എല്ലാ മാസം പറയും താടി പോകാൻ അല്ലെങ്കിൽ ഫേഷ്യലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ഇതൊക്കെ റിപ്പീറ്റ് നമ്മൾ ചെയ്യും. അപ്പോൾ എപ്പോഴും ഒരു കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആയി കഴിഞ്ഞാൽ അവർക്ക് ആ റിപ്പീറ്റ് ആയിട്ട് അവർ കൂടെ വരും. അപ്പം നമുക്കൊരു ബേസ് കസ്റ്റമേഴ്സിനെ നമുക്ക് അങ്ങനെ തന്നെ സൃഷ്ടിച്ചെടുക്കാൻ പറ്റും. അത് തന്നെയാണ് ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മളൊരു ഫാമിലി പോലെ തന്നെ എല്ലാ കാലവും ഉണ്ടാകും വിഷയം തന്നെ ചെയ്യുകയാണ്. ഇപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നമ്മുടെ സലൂണുകൾ പുറത്ത് സ്റ്റാർട്ട് ചെയ്യുന്നതിനെ കുറിച്ച് പലരും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറയും ഒരു 3 മാസം എങ്ങനെയാണ് നമ്മൾ പോകുന്നതെന്ന് നമ്മളിത് നല്ല രീതിയിൽ പോകാൻ 100% അടുത്ത സംഭവങ്ങൾ ചെയ്യാൻ പറ്റുന്ന പരിപാടി നമുക്ക്. വൈഫിന് ഇതിനോടുള്ള താല്പര്യം എത്രത്തോളം ഉണ്ടായിരുന്നു? അങ്ങനെ താല്പര്യമൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ നോക്കിയപ്പം ഞാനിപ്പോൾ കഴിഞ്ഞ 1 മാസമായിട്ട് ഞാൻ പടത്തിൻ്റെ ഷൂട്ടിലായിരുന്നു. അപ്പം സ്വാഭാവികമായിട്ടും കുട്ടികളെ വീട്ടിൽ പോയി കുട്ടികൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അവർ വെറുതെ ഇരിക്കില്ലേ. അപ്പോൾ ആ ഒരു സമയം അവർക്ക് ഒരു 1.5 കിലോമീറ്റർ ദൂരമുള്ളൂ. അപ്പോൾ അങ്ങനെ അവർക്ക് ഇരിക്കാൻ പറ്റിയ ടൈപ്പ് അല്ലെങ്കിൽ അവർക്ക് കൂടെ മാനേജ് ചെയ്യാൻ പറ്റിയ ബിസിനസ് എന്ന രീതിയിലാണ് നമ്മൾ ചിന്തിച്ചത്. എത്രത്തോളം ഇതിനെക്കുറിച്ച് സ്റ്റഡി നടത്തും? ഒരു നമുക്ക് അറിഞ്ഞൂടാത്ത ഒരു സംഭവം. അല്ല, ഞാൻ +2 പഠിക്കുന്ന സമയത്ത് മുടി സ്ട്രൈറ്റ് ചെയ്ത ആളാണ്. കൊട്ടാരക്കരയിൽ ഫസ്റ്റ് ഇങ്ങനൊരു പരിപാടി വന്നപ്പോൾ അന്ന് മുടി സ്ട്രൈറ്റ് ചെയ്ത ഒരാളല്ലേ. അന്ന് മുതൽ ഇന്ന് വരെ ഈ ഹെയറിൻ്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പലവിധ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞപ്പോൾ അപ്പം ഞാനിതിനു മുമ്പ് കണ്ടിന്യൂസ് പോയിക്കൊണ്ടിരുന്നത് നമ്മുടെ സുഹൃത്തിൻ്റെ ലോറയിലാണ്. അപ്പം ലോറയുടെ ലിയോയും ഞാനിന്ന് ഒരു 10-13 വർഷത്തെ പരിചയമുണ്ട്. അപ്പം നമുക്ക് വളരെ ക്ലോസായിട്ട് ചെയ്യുന്ന കൊച്ചിയിലെ തന്നെ പെർമനൻ്റായിട്ടുള്ള ആൾക്കാർക്ക് നേരത്തെ ബന്ധമുണ്ട്. പലതും അറിയാം, പേഴ്സണലി അറിയാം. ഹൈ-എൻഡ് ബ്രാൻഡുകൾ നമുക്കറിയാം, ഏത് ബ്രാൻഡുകൾക്കാണ് ഏറ്റവും നല്ല റിസൾട്ട് എന്നൊക്കെ അറിയാം. അതുകൊണ്ട് ഒരു സ്റ്റഡി എന്ന് പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് എടുക്കേണ്ട സ്റ്റഡി എന്നല്ല, ഓൾറെഡി നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെ അറിയാം ഏതാണ് ബെറ്റർ റിസൾട്ട് നൽകുന്നത്. പിന്നെ ഇത് പണിയെടുക്കാൻ എനിക്ക് അറിയത്തില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ നമുക്കൊരു സജഷൻ നമുക്കറിയാം, കൂടുതലായി അവരോട് പറഞ്ഞത് മനസ്സിലാക്കാൻ പറ്റുന്ന ബോധ്യം നമുക്ക്. സാധാരണ ആൾക്കാർ പോലെ സെലിബ്രിറ്റീസിന് വരെ ഇവിടെ വരാം. എല്ലാവർക്കും വരാം. ഞാൻ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇനാഗ്രേഷൻ ഞാൻ വിളിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ ധ്യാൻ ശ്രീനിവാസനെ, അർജുന പിന്നെ വിഷ്ണു ഉണ്ണികൃഷ്ണൻ ഇവരൊക്കെ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ വിളിച്ച ജോ ചേട്ടൻ, ആ മേജർ സാർ. അപ്പം നമ്മൾ എൻ്റെ സൗഹൃദത്തിൽ നിന്ന് തന്നെ ഒരുപാട് ആൾക്കാരെ വിളിച്ച് വിളിച്ചൊരു ഭയങ്കര വലിയ പരിപാടിയൊക്കെ. അപ്പോൾ ആൾക്കാർക്ക് തോന്നുന്നത് അതൊരു ഷോ ഓഫിലേക്ക് ഞാൻ പോകും. ഞാൻ ഇത് ലോക്കലി പോലും നമ്മളൊരു ഫ്ലെക്സ് ഇനാഗ്രേഷൻ എന്ന് പറയുന്നത് വെച്ചിട്ടില്ല. ഒരു പരിപാടി ഉള്ളത് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം വഴി അറിയിച്ചില്ലാണ്. കാര്യം എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന സമൂഹമാണ്. അപ്പോൾ അവരെ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ അറിയിക്കുന്നു. എല്ലാവർക്കും വരാം, അല്ലാണ്ട് ഇത് സെലിബ്രിറ്റി സലൂൺ അങ്ങനെയൊന്നും അല്ല. പക്ഷേ എല്ലാവരും സെലിബ്രിറ്റീസിനും വരാം, സാധാരണക്കാർക്കും വരാം. അഫോർഡബിൾക്കാർക്ക് ഞാനീ പറയുന്നത് നല്ല സർവീസ് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഈ ഫെറയുടെ ഒരു സിഗ്നേച്ചർ സാധനം എന്ന് പറയാൻ എന്തായിരിക്കും? വേർ കോൺഫിഡൻസ് ബീറ്റ്സ് ടൈം. അത് എന്നെ സംബന്ധിച്ച് ഞാൻ കോൺഫിഡൻസിൽ മുന്നോട്ട് പോകുന്ന ഒരാളാണ്. എല്ലാ കാര്യത്തിലും ആകെ നമ്മളെ മുന്നോട്ട് നയിക്കുന്ന അഖിൽമാരാർ എന്ന പേഴ്സണെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത് ഈ ഒരു അവസരത്തിൽ? ഇതേ ഇഷ്ടം എല്ലാ കാലവും ഇങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് പോകാൻ ദൈവം എന്നെ അനുഗ്രഹിക്കണം.